സേവാഭാരതി ചേർത്തല യൂണിറ്റിന്റെ പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. സേവാഭാരതി ചേർത്തല യൂണിറ്റിന്റെ രണ്ടാമത്തെ പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി കേന്ദ്രം 50% മുതൽ 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ ലഭ്യമാകുന്ന മെഡിക്കൽ സ്റ്റോർ ദേവീക്ഷേത്രത്തിന് വടക്കുവശമാണ് തുറന്നത്. സേവാഭാരതി സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ഇ.പി. കൃഷ്ണൻ നമ്പൂതിരി ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് പ്രൊഫസർ കെ.എൻ.ജെ. കർത്ത അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി നവീൻ കുമാർ എൻ സ്വാഗതം പറഞ്ഞു. ദേശീയ സേവാഭാരതി ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി എ. അനീഷ്, ചേർത്തല മുനിസിപ്പൽ 10ാം വാർഡ് കൗൺസിലർ ആശാ മുകേഷ്, രാഷ്ട്രീയ സ്വയം സേവക സംഘം ചേർത്തല ഖണ്ഡ് സംഘചാലക് എം.ഡി. ശശികുമാർ എന്നിവർ സംസാരിച്ചു. ആദ്യ വിൽപ്പന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റിട്ടയർഡ് ചീഫ് മാനേജർ ശ്രീകുമാർ നൽകി ഡോക്ടർ ഇ.പി. കൃഷ്ണൻ നമ്പൂതിരി നിർവഹിച്ചു. ഈ ജനൌഷധി എന്ന ഭാരത സർക്കാരിൻ്റെ പ്രവർത്തനത്തെ പറ്റിയാണ്. ആരോഗ്യം എന്നത് ഏതൊരു മനുഷ്യൻ്റെയും ഏറ്റവും അവിഭാജ്യമായ ഒരു ഘടകമാണ് എങ്കിൽ ആ ആരോഗ്യ പരിരക്ഷയ്ക്ക് ഉതകുന്ന നമ്മുടെ ദേശീയ ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളിൽ ഏറ്റവും പ്രധാനമായ ഒന്നായിട്ട് കണക്കാക്കാവുന്ന ഒന്നാണ് ഈ ജനൌഷധി പദ്ധതി. അപ്പോൾ സാറോട് സൂചിപ്പിച്ചതുപോലെ ഒരു മരുന്ന് 10 വിലയ്ക്ക് മാത്രം കൊടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അത് യഥാർത്ഥത്തിൽ ഒരു കച്ചവട മനോഭാവത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിന്, വ്യക്തിക്കോ സ്ഥാപനത്തിനോ ചെയ്യാൻ സാധിക്കുന്ന ഒന്നല്ല. കാരണം വില 10 ഒരു ഗുളികയ്ക്ക് 1 രൂപ, ഒരു പാരസെറ്റമോൾ ഗുളിക 1 രൂപയ്ക്ക് കൊടുക്കേണ്ട ഗുളിക 10 പൈസയ്ക്കാണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ലാഭം എന്ന് പറയുന്ന ഒന്നുണ്ട്. ആ ലാഭം എന്ന് പറയുന്നത് അതുപോലെ കുറയുക ചെയ്യും. 10 പൈസ ലാഭം അല്ലെങ്കിൽ 20 പൈസ ലാഭം കിട്ടേണ്ട സ്ഥാനത്ത് 1 പൈസയിലോ 2 പൈസയായിരിക്കും ലാഭം കിട്ടുക. അതുകൊണ്ട് തന്നെ പൊതുവിൽ ഈ ജനൌഷധി എന്ന് പറയുന്നത് ലാഭേച്ഛയോടുകൂടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നടത്തിക്കൊണ്ടുപോകാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ബഹുമാന്യായ അധ്യക്ഷനോട് സംസാരിച്ച ഒരു വിഷയം ഇതാണ്: എങ്ങനെയാണ് ഈ ജനൌഷധി നമുക്ക് അങ്ങനെ നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കുന്നത്? കാരണം അതിൽ നിന്ന് കിട്ടുന്ന ഒരു തുക, നമ്മൾ സേവാഭാരതിയുടെ ഈ യൂണിറ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമുക്കറിയാം, പ്രവർത്തനം മനുഷ്യർക്കിടയിലുള്ള ഈ പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ രണ്ടുണ്ട്. വ്യാപാരത്തിൻ്റെ സ്വഭാവമുള്ള പ്രവർത്തനങ്ങളുണ്ട്, അതുപോലെ തന്നെ സേവനത്തിൻ്റെ സ്വഭാവമുള്ള പ്രവർത്തനങ്ങൾ.